മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കാരണം ചീഞ്ഞ പഴങ്ങൾ തനിയെ മരത്തിൽ നിന്ന് വീഴുന്നു. നിങ്ങൾ എത്ര ദയയുള്ളവരായാലും ഉദാരമനസ്കനായാലും നിങ്ങൾക്കൊരിക്കലും നന്ദിയില്ലാത്ത ഒരു വ്യക്തിയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. മാപ്പ് അർഹിക്കുന്നവർ തെറ്റുപറ്റിപ്പോയവരാണ്, ചതിക്കുന്നവരല്ല. ഭക്തരെ, നിങ്ങൾ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ പരാജയപ്പെടുന്നത് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. അതിനാൽ വിജയിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കഷ്ടപ്പെടുന്നവർ പിന്നീട് സന്തോഷവാനായിരിക്കും. എന്നാൽ കഷ്ടപ്പെടുത്തുന്നവർ ഒരിക്കലും സന്തോഷവാനായിരിക്കുകയില്ല. ഭക്തരെ, ഒരു ബന്ധത്തിൽ ഒരിക്കലും വഴക്കില്ലെങ്കിൽ ആ ബന്ധം നിലനിർത്തുന്നത് ഒരിക്കലും മനസ്സുകൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇരുട്ടിലാണ് വെളിച്ചം വേണ്ടത്. ഒറ്റയ്ക്കാകുമ്പോഴാണ് കൂട്ട് വേണ്ടത്. സ്നേഹം ആഗ്രഹിക്കുമ്പോഴാണ് അത് കിട്ടേണ്ടത്. ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നതെന്തും വിലയില്ലാത്തതാണ്. നിങ്ങൾ മികച്ചവനാണ് എന്നുള്ളത് നിങ്ങളുടെ ആത്മവിശ്വാസം. എന്നാൽ നിങ്ങൾ മാത്രമാണ് ഏറ്റവും മികച്ചത് എന്ന് ചിന്തിക്കുന്നതാണ് അഹങ്കാരം. ഭക്തരെ, മനുഷ്യ മനസ്സ് അത്ഭുതങ്ങളുടെ കലവറയാണ്. തളർന്നു പോയിട്ടും പലതവണ തോറ്റുപോയിട്ടും പുറത്ത് നിന്ന് നോക്കിയാൽ മറ്റൊരാൾക്കും കാണാനാകാത്ത എത്രയെത്ര നോവുകളാണ് അതിസമർത്ഥമായി അതിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത്. ഒരിക്കലും നിങ്ങളുടെ ശത്രു ആയിരിക്കില്ല നിങ്ങളെ ചതിക്കുന്നത്. ഭക്തരെ, എപ്പോഴും നന്മ ചെയ്യുക. അപ്രതീക്ഷിതമായ രീതിയിൽ അത് നിങ്ങളിലേക്ക് മടങ്ങിയെത്തും. സമയം വിലപ്പെട്ടതാണ്. ശരിയായ ആളുകളുമായി അത് ചെലവഴിക്കുക. മനുഷ്യൻ നിശബ്ദനാവുന്നിടത്ത് കാലം മറുപടി കൊടുക്കും. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന ആളുകളെയും അതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ ലക്ഷണമാണ്. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.